ചേച്ചി, അമ്മായി അഖിലേട്ടൻ വീട്ടിലെത്തിയായിരുന്നോ? എന്താ പറയുന്നത് നന്ദിനി? അഖിലിനെ നീയല്ലേ അമ്പലത്തിൽ കൊണ്ടുപോയത്? ഞങ്ങൾ അമ്പലത്തിൽ തന്നെയാ പോയത് അമ്മായി. പക്ഷെ ഞാൻ അകത്ത് പോയി വന്നപ്പോഴേക്കും അഖിലേട്ടനെ കാണാനില്ല. അഖിലിനെങ്ങനെയാ കാണാതാവുന്നേ? അവൻ അമ്പലത്തിൽ തന്നെ കാണുമല്ലോ. അമ്പലത്തിലെല്ലാം ഞാൻ അന്വേഷിച്ചു ഏട്ടാ. അഖിലേട്ടൻ അവിടെ ഒന്നുമില്ല. അഖിലിന് ഫോൺ ഉണ്ടായിരിക്കുമല്ലോ, വിളിച്ചു നോക്കിയോ? ഞാൻ വിളിച്ചു നോക്കി, ഫോൺ കണക്ട് ആവുന്നില്ല. വീട്ടിലെത്തി കാണുമെന്ന് വിചാരിച്ച ഇങ്ങോട്ട് വന്നേ. നന്നായിട്ടുണ്ട്. നടക്കാൻ പറ്റാത്തവൻ എങ്ങനെയാ നടന്ന് വീട്ടിലേക്ക് വരുന്നത്? ദാ നോക്ക്, പിന്നെ വിശ്വസിച്ച് അഖിലിനെ നിന്റെ കൂടെ വിട്ടപ്പോ നീ എവിടെ കളഞ്ഞിട്ട് വന്നിരിക്കുവാണോ? കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ നിനക്ക്? ഒന്ന് നിക്ക് ദമയന്തി, നിങ്ങൾ ഏത് അമ്പലത്തിലാ പോയത്? അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലാ. അവിടെ എല്ലാവരും നോക്കി, എല്ലാവരോടും അന്വേഷിച്ചു. ആരും അഖിലേട്ടനെ കണ്ടില്ലെന്നാ പറഞ്ഞ. നിന്നോട് പറയാതെ അഖിൽ എങ്ങോട്ട് പോയില്ല. അതെ ഏട്ടാ, അഖിലിനോട് കാറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞാൽ മതി. ഞാൻ പോയി എല്ലാവരും കൂട്ടിക്കൊണ്ട് വരാം. അവർക്ക് സർപ്രൈസ് കൊടുക്കാം. ചേച്ചി, എത്രയും പെട്ടെന്ന് ആരതി എടുത്തു വെക്ക്. എന്തുണ്ടായി വസു? അയ്യോ, ഒന്ന് പെട്ടെന്ന് പോയി എടുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. അയ്യോ, അല്ലെങ്കിലേ ഞങ്ങൾ ഇവിടെ പേടിച്ചിരിക്കുക. അതിന്റെ കൂടെ ചേച്ചി ഇതെന്താ പറയുന്നേ? പേടിയോ? എന്തിന്? നന്ദിനിയുടെ കൂടെ പോയ അഖിലിനെ കാണാനില്ല വസു. അഖിലിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല വസു. അഖിലേട്ടൻ എവിടെയാണോ ആവോ? എന്തെങ്കിലും സംഭവിച്ചോ എന്തോ? എനിക്ക് പേടിയാവുന്നു ഏട്ടത്തി. പേടിക്കേണ്ട ഒരു കാര്യമില്ല. ചേച്ചി, എത്രയും പെട്ടെന്ന് ആരതി കൊണ്ടുവാ. അതല്ല വസു. ഏട്ടാ, ഏട്ടത്തി, അമ്മേ, നിങ്ങളെല്ലാരും എന്റെ കൂടെ ഒന്ന് വന്നേ. എങ്ങോട്ടാ അബി? വാ ഏട്ടാ, ഞാൻ പറയാം. വാ ഭാസ്കരേട്ടാ, ഞങ്ങൾ അതെ, അതെ. പറയാം. വാ ഏട്ടാ, അമ്മ ഒന്ന് വേഗം വാ. വാ വാ. എങ്ങോട്ടാ? വാന്നേ. എടാ, എന്താ കാര്യം എന്ന് പറ. നിങ്ങൾ തന്നെ കാണാം. അഖിൽ, നിന്റെ കാല് ശരിയായി മോനെ. നീ ഇപ്പൊ നടക്കുന്നുണ്ട്. അതെ ഏട്ടാ, എനിക്കിപ്പോ നടക്കാൻ പറ്റുന്നുണ്ട്. അമ്മേ, അഖിൽ നടക്കാൻ തുടങ്ങി അമ്മേ. ഭവനും നന്ദിയും അബിയും
അവിടെ അഖിൽ നടക്കാൻ തുടങ്ങി. ദൈവം കരുണ കാണിച്ചു മോനെ. നിന്റെ കാല് സുഖമായി, നടക്കാൻ കഴിഞ്ഞു. നീ വീണ്ടും നടക്കുന്നത് കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് മോനെ. വല്യമ്മയുടെ പ്രാർത്ഥന എന്തായാലും ഫലിച്ചു. നന്ദിനിയോട് പറയാതെ നീ അമ്പലത്തിൽ നിന്ന് പോയോ? ഹോസ്പിറ്റലിലാണോ പോയത് അഖിൽ? ഇല്ല ചേച്ചി, അഖിൽ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. എന്താ സംഭവിച്ചത് മോളെ? ആദിത്യയും കാർത്തികയും കൂടി ഏട്ടനെയും ഏട്ടത്തെയും അപകടപ്പെടുത്താൻ നോക്കി. അവരെ ഞങ്ങൾ തീർത്തേക്കാം. ഒരു ഷോക്ക് സംഭവിച്ചാൽ അഖിൽ നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ട് അഖിലിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നടന്നത്. കാർത്തിക ഞങ്ങളെ ദ്രോഹിക്കാനാ നോക്കിയത്. പക്ഷേ അത് കാരണം അഖിലിന് ഗുണമുണ്ടായി. ഈശ്വരന് അഖിലിന് നടക്കാനുള്ള അനുഗ്രഹം കൊടുത്തത്. അത് മാത്രമല്ല, കാർത്തിക ഇവിടുന്ന് പോയതിനു ശേഷം നമ്മുടെ നല്ല കാലം വന്നിരിക്കുക. ഈ വീടിനെ ബാധിച്ചിരുന്ന ശനി ഒഴിഞ്ഞു പോയി. എടാ അഖിലേ, നീ എന്താണ് അങ്ങനെ നിൽക്കുന്നേ? എടാ നീ വീഴൂടാ, വീഴൂടാ, ഒന്ന് ശ്രദ്ധിക്കടാ, നീ വീഴൂടാ. അങ്ങനൊന്നും ഞാൻ വീഴില്ല. വേണമെങ്കിൽ ഇളയമേ തൂക്കിയെടുക്കും ഞാൻ. അഖിൽ, നീ നടക്കാൻ തുടങ്ങിയോടാ? എത്ര നാളിന് ശേഷാടാ നീ നടക്കാൻ തുടങ്ങി? എന്ന് നിനക്ക് കാല് ശരിയായത് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും സമയവും ശരിയായിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് മോനെ. നിന്റെ അമ്മയുടെ ടെൻഷനും മാറി. എത്രയും പെട്ടെന്ന് ഈ കാര്യം നിങ്ങളുടെ അച്ഛനെ അറിയിക്കണം. അമ്മേ, ആദ്യം ആരതി ഒഴിയണം. ചേച്ചി, പോയി ആരതി എടുത്തിട്ട് വരാവോ? ശരി വസു. വരൂ അഖിൽ. ഈ കാര്യം ഉടനെ തന്നെ കാർത്തികയെ അറിയിക്കണം. ഈ ആന്റി എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ഹലോ ആന്റി. കാർത്തിക, നീ എവിടെയാ? ഞാൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ, കാര്യം എന്താണെന്ന് പറയൂ. പറഞ്ഞാ നീ ഞെട്ടിപ്പോകും. കാര്യം എന്താണെന്ന് പറയാ ആന്റി. അഖിലിന്റെ കാല് ശരിയായിടി, അവൻ നടക്കാൻ തുടങ്ങി. ഇത് പറയാനാണോ ഇപ്പൊ വിളിച്ചത്? എന്നുവെച്ചാ ഈ കാര്യം നിനക്ക് നേരത്തെ അറിയായിരുന്നോ? അറിയാം. ഞങ്ങളിട്ട പ്ലാൻ കാരണമാണ് അവൻ എഴുന്നേറ്റ് നടന്നത്. അങ്ങനെയാണോ? നീ ആണെങ്കി ഇവർക്ക് ഉപകാരം ചെയ്തു. ഇവരാണെങ്കി ശനി ഒഴിഞ്ഞെന്നും പറഞ്ഞ് എല്ലാ ദിവസവും ആഘോഷിച്ചോണ്ട് നടക്കുക. ആന്റിയും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ ഇല്ല മോളെ, നീ ഇല്ലാത്തപ്പോഴുള്ള വിഷമം എനിക്കേ അറിയൂ. ഞാനിവിടെ വല്ലാണ്ട് ഒറ്റപ്പെട്ടിരിക്കുക. എനിക്കിവിടെ ആരുമില്ല. എന്തെങ്കിലും ചെയ്ത് ഈ വീട്ടിലേക്ക് വന്നിട്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അവര് വീട്ടിൽ കേട്ടില്ല. അത്രയുള്ളൂ മോളെ. നമ്മൾ ഇനി പിരിഞ്ഞു കഴിയണോ? ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട് ജീവിക്കണോന്നാ? എങ്ങനെ ഫോണിൽ സംസാരിക്കണോന്നല്ലാതെ കാണാനൊന്നും പറ്റില്ലേ? ഹലോ ഹലോ ഹലോ, എന്താ കട്ട് ചെയ്ത് കളഞ്ഞേ? എന്തു പറ്റി? ഫോണിൽ ആരോടാ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇളയമേ? കസ്റ്റമർ കയറുന്ന മോളെ. എന്താ ആന്റി ഫോൺ എടുക്കാത്തെ? ആരെങ്കിലും വന്നിട്ടുണ്ടാവോ? എന്നാ പിന്നെ വിളിക്കുമായിരിക്കും. കാർത്തികയോട് സംസാരിക്കുമായിരുന്നോ? അത് അല്ല മോളെ, അവളാ ഇങ്ങോട്ട് വിളിച്ചത്, ഞാൻ വിളിച്ചിട്ടില്ല.
മുതിർന്ന ആളായിരുന്നിട്ട് കള്ളം പറയാണോ? അഖിലിനെ കാർത്തിക വഞ്ചിച്ചതാണെന്ന് എളിമയ്ക്ക് അറിയാം. എത്രയോ തെറ്റുകൾ അവൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ടെന്നും അറിയാം. എന്നിട്ടും ഇപ്പോഴും കാർത്തികയോട് സംസാരിക്കുകയാണോ? ഇല്ല വസു. ഇല്ലെന്ന് പറഞ്ഞു ഒഴിയണ്ട. കാർത്തിയോടൊപ്പം ചേർന്ന് ഇളയമ്മയും എന്തുമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. വയസ്സിൽ മുതിർന്ന ആളായതുകൊണ്ടും നിങ്ങൾക്ക് വേറെ കുടുംബമില്ലാത്തത് കൊണ്ടുവാ ഇത്രയും നാളെ ഞാൻ ക്ഷമിച്ചത്. ഇനിയും നിങ്ങൾ കാർത്തികയോടൊപ്പം കൂട്ടുചേർന്ന് ഈ വീട്ടുകാരോട് എന്തെങ്കിലും ദ്രോഹം ചെയ്താ പിന്നെ ഞാൻ ക്ഷമിക്കില്ല. ഉടുതുണിയോടുകൂടി നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കും. ഈ കാര്യം അമ്മ അറിഞ്ഞാലും കാർത്തിക അറിഞ്ഞാലും നിങ്ങൾ ഈ വീടിന് പുറത്ത് തന്നെ ആയിരിക്കും. കാർത്തികയ്ക്ക് വന്ന അവസ്ഥയായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുക. വേണ്ട വസു, ഈ കാര്യം ആരോടും പറയരുത്. അഖിൽ നിങ്ങളുടെ ചേട്ടന്റെ മകനാ. അഖിലിനേക്കാളും പ്രധാനമല്ല നിങ്ങൾക്ക് കാർത്തിക. കാർത്തിക വിട്ടുപോയില്ലെന്ന് കരുതി അവനിപ്പോ ഒരുപാട് സന്തോഷത്തിലാ. നാളുകൾക്ക് ശേഷം ഈ കുടുംബം ഇപ്പൊ സന്തോഷത്തിലായിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കി നിൽക്ക്. അല്ലാതെ അതൊക്കെ മറന്നിട്ട് നിങ്ങൾ കാർത്തികയോട് സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കില്ല. ഇനി ഫോൺ വിളിക്കാനും ഞാൻ പോവില്ല. അവള് ഫോൺ ചെയ്താൽ ഞാൻ കട്ട് ചെയ്യും. ഞാനാണ് അല്ല നീയാണ് അല്ല ഞാനാണ് സത്യം. എന്നെ ഒന്ന് വിശ്വസിക്കൂ വസു. നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെയാ പറയുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നീ എന്നെ അടിച്ചിട്ട് എനിക്ക് വാണിംഗ് തരാറായല്ലേ? കാർത്തികയുടെ സമയം നല്ലതല്ലാത്തതുകൊണ്ട് നിന്റെ അടുത്തുനിന്ന് ഞാൻ വഴക്ക് കേൾക്കേണ്ടി വരിക. കാർത്തികയുടെ സമയം വരട്ടടി, അപ്പൊ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവൾ ഇപ്പൊ ആദിത്യയുടെ കൂടെയാ. അവൾക്ക് ഉറപ്പായിട്ടൊരു നല്ല സമയം വരും. ആദിത്യയുടെ കൂടെ ചേർന്ന് അവള് നിനക്കിട്ടൊരു നല്ല പണി തരും. എന്താ ആലോചിക്കുന്ന ആദിത്യ? ഈ പ്ലാൻ ഫെയിലായതിനെ പറ്റിയാണോ? ഡോണ്ട് വറി. ഞാൻ ധൃതി പിടിക്കുന്നുമില്ല, ദേഷ്യപ്പെടുന്നുമില്ല. ക്ഷമയോടെ വേറൊരു പ്ലാൻ ഉണ്ടാക്കാം. ആ അഭിരാമിനെയും വസുവിനെയും നമുക്കിവിടെ ഓടിക്കാം. ഓക്കെ, ഞാൻ പോകുന്നു കാർത്തിക. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. നമ്മുടെ വീട്ടിലേക്കോ? നമ്മുടെ വീടോ? അതെവിടെയാ? അത് നിങ്ങളുടെ വീട്. അത് നമ്മുടെ വീടല്ലേ? എന്റെ വീട് നമ്മുടെ വീട് എങ്ങനെയാവുന്നത്? ഞാനിപ്പോ ഡിവോഴ്സ് വാങ്ങിച്ചതല്ലേ, അപ്പോ നമുക്ക് ഒരുമിച്ച് കഴിയാം, നമുക്ക് ഒന്നായിട്ടിരിക്കാം. എന്റെ കൂടെ കഴിയാനായിട്ട് നീ എന്താ എന്റെ ഭാര്യയാണോ? റിലേറ്റീവ് ആണോ അതോ ഫ്രണ്ട് ആണോ? എന്താ നീ പറയുന്ന ആദിത്യ? നമ്മുടെ കുഞ്ഞിന്റെ അച്ഛൻ നീയല്ലേ? നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ മാത്രമാണ്, നിന്റെ ഭർത്താവല്ല. വാട്ട് യു മീൻ? ഐ മീൻ നിനക്കും എനിക്കും ഒരു ബന്ധവും ഇല്ലാന്ന്. ഒരു ബന്ധവും ഇല്ലെന്നോ? എന്ത് ബന്ധമുള്ളേ? അന്ന് നമ്മൾ ഒന്നിച്ചിരുന്ന് കുടിച്ചു, അതിനുശേഷം വേറെ എന്തൊക്കെയോ നടന്നു, അത്ര തന്നെ. അതിൽ കൂടുതൽ നമുക്കെന്താ ഉള്ളത്? എന്താ ആദിത്യ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് എത്രയോ തവണ ഫോൺ ചെയ്ത് എന്റെ കൂടെ വന്നേക്ക്, ഞാൻ നിന്നെ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞത് തന്നെയാ. അത് നീ ആ വീട്ടിലുണ്ടായിരുന്നപ്പോഴാ. ഇപ്പൊ നിന്നെ അവരാ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? ഇനി എനിക്ക് നിന്നെ കൊണ്ട് ഒരു ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നീ എന്നെ യൂസ് ചെയ്തു എന്നാണോ? നിന്റെ ആവശ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിച്ചു അല്ലേ? യെസ്, എന്റെ പ്രതികാരത്തിന് നിന്നെ ഞാൻ കരുവാക്കി ഉപയോഗിച്ചു. നിന്നെ പണയപ്പെടുത്തി ആ അഭിരാമിനെ തോൽപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അവര് നിന്റെ പ്രവൃത്തി കൊണ്ട് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നിന്നെ കൊണ്ട് ഇനി എനിക്ക് ഒരു ആവശ്യമില്ല. സോ ഞാനും നിന്നെ എലിമിനേറ്റ് ചെയ്യാൻ പോവാ. You cheat! നീ ഒരു സ്വാർത്ഥനാണ്, അവസരവാദിയാണ്. നിന്നെ വിശ്വസിച്ചതിന് നീ എന്നെ ദ്രോഹിക്കുകയാണോ? വെയിറ്റ്. ഞാൻ സ്വാർത്ഥനാണെങ്കിൽ അപ്പോ നീ പിന്നെ ആരാ? സത്യവാൻ സാവിത്രിയാണ്. സ്വത്തിനു വേണ്ടി നീ സെൽഫിഷായിട്ട് പ്രവർത്തിച്ചിട്ടില്ലേ? ഞാൻ അവസരവാദിയാണെങ്കിൽ നീ പിന്നെ ആദർശവാദിയാണോ? ഞാൻ നിനക്ക് ദ്രോഹം ചെയ്തെന്ന് പറയുന്നു. സ്വന്തം കുടുംബത്തിനെ തന്നെ പിന്നീന്ന് കുത്തിയിട്ട് വന്നിരിക്കുന്നു. നിന്നേക്കാൾ വലിയ ദ്രോഹി ആരാടി? ഈ ലോകത്തില് നല്ലവരായിട്ട് ആരുമില്ല, എല്ലാവരും സ്വാർത്ഥന്മാരാ. അവസരത്തെ മുതലെടുക്കുക അല്ലാതെ അവരെ സംരക്ഷിക്കുകയില്ല. നിന്റെ ആവശ്യത്തിന് നീ എൻ്റെ അടുത്ത് വന്നു,
എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ നിന്നെ ഉപയോഗിച്ചു. സെറ്റിൽമെന്റ് അവസാനിച്ചു. നീ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ എന്നെ പ്രണയിക്കുന്നെന്നാ ഞാൻ വിചാരിച്ചത്. പ്രണയോ? അതും നിന്നോടോ? നിന്നെ ആര് പ്രണയിച്ചോ അവനെ നീ ചതിച്ചു. നിന്നോട് സ്നേഹം കാണിച്ചവരെയൊക്കെ നീ ദ്രോഹിച്ചിരിക്കുക. അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാ? നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ബയോളജിക്കൽ ഫാദർ മാത്രമാണ് ഞാൻ. അതിന് നിനക്ക് എത്ര കോമ്പൻസേഷൻ വേണമെന്ന് പറ, അത് ഞാനങ്ങ് തരാം. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഡോണ്ട് ഡിസ്റ്റർബ് മീ. എല്ലാവരും ചേർന്ന് എന്നെ പറ്റിച്ചു, എന്നെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ എവിടെ പോകും? ആരും ചിരിക്കല്ലേ, എന്റെ കെട്ടിച്ചേട്ടനത് വിഷമമാവും. അവൻ അങ്ങനെ തന്നെ കിട്ടണം. ഇവനിപ്പോ നല്ല ബുദ്ധി വന്ന് കാണും. ഇനി ഒരിക്കലും വികൃതി കാണിക്കില്ല. മതി, എഴുന്നേൽക്ക് ചേട്ടാ, ക്ലാസ് ബില്ലടിച്ചല്ലോ. വേഗം കണക്ക് എഴുതിയെടുക്ക് ചേട്ടാ, അടുത്ത മിസ് വന്നാ അത് മായ്ച്ചു കളയും. ഞാൻ എഴുതുന്നില്ല. ചേട്ടൻ എഴുതിയില്ലെങ്കിൽ അടി കിട്ടും ചേട്ടാ, എഴുത്. എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ച് സംസാരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല ചേട്ടാ, തെറ്റാ. ചേട്ടന്റെ നോട്ട്ബുക്ക് ഇങ്ങിതാ, ഞാൻ എഴുതിത്തരാം. നീ ആരാടാ എനിക്ക് നോട്ട്സ് എഴുതാനായിട്ട്? എന്താടാ കിട്ടു, നിനക്ക് ഇത്രയും കിട്ടിയത് പോരെ? ഉണ്ണിയുടെ ഏട്ടനായിരുന്നിട്ടൂടി ഇത്രയ്ക്ക് ബാഡാണോ നീ? ഉണ്ണിയെ കണ്ട് പഠിക്ക് പ്ലീസ്. എന്റെ ചേട്ടനെ ഒന്നും പറയല്ലേ. ഈ ഉണ്ണി അത്ര വലിയവനൊന്നുമല്ല. ഇവൻ അമ്മയുണ്ട്, പക്ഷെ ഇവന് അച്ഛനില്ല. ഉണ്ണിക്ക് അച്ഛനുണ്ടല്ലോ. എന്റെ അങ്കിൾ ഇവന്റെ അച്ഛനൊന്നുമല്ല. ഇവന്റെ അച്ഛനാരാന്ന് ഇവന് പോലും അറിയില്ല. എന്താ ഉണ്ണി, നിന്റെ അച്ഛനാരാണെന്ന് നിനക്കറിയില്ലേ? ഇവന്റെ അച്ഛൻ പണ്ടേ മരിച്ചുപോയതല്ലേ. ഇവന്റെ അമ്മ എന്റെ അങ്കിളിനെ രണ്ടാമത് കല്യാണം കഴിച്ചതാ. സത്യമാണോ ഉണ്ണി, നിന്റെ അച്ഛൻ മരിച്ചുപോയോ? നിന്റെ ഇപ്പോഴത്തെ അച്ഛൻ നിനക്ക് വളർത്തച്ഛനാണോ? എന്റെ അങ്കിളിന് നല്ല മനസ്സുള്ളതുകൊണ്ടാ ഇവനും ഇവന്റെ അമ്മയും ജീവിച്ചു പോകുന്നത്. അങ്ങനെ പറയരുത് ചേട്ടാ. ഞാൻ പറയൂടാ, നീ എന്ത് ചെയ്യും? അങ്ങനെ പറയുന്നത് തെറ്റാ ചേട്ടാ. അതിലെന്ത് തെറ്റാടാ? നീ കാരണമല്ലേ ഞാൻ അവിടെ മുട്ടുകുത്തി നിന്നത്. ഞാനതിന് ചേട്ടനെ കുറിച്ച് മിസ്സിനോടൊന്നും പറഞ്ഞില്ലല്ലോ ചേട്ടാ. പക്ഷെ നിന്നെ കുറിച്ച് ഞാൻ എല്ലാരോടും പറയും. ഫ്രണ്ട്സ്, ഇവനൊരു അനാഥനാണ്. ഇവന് അച്ഛനില്ല. എന്റെ അങ്കിൾ ഇവന്റെ വളർത്തച്ഛനാണ്. ഇവന്റെ അമ്മ എന്റെ അങ്കിളിനെ രണ്ടാം കല്യാണം കഴിച്ചതാണ്. എന്റെ അമ്മയൊന്നും പറയരുത് ചേട്ടാ. ഞാൻ പറയൂടാ, ഒരു തവണയല്ല 10 തവണ പറയും ഞാൻ. നീ എന്ത് ചെയ്യും? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ചേട്ടാ. ദേഷ്യം വന്നാ നീ എന്ത് ചെയ്യൂടാ? എന്നെ തല്ലൂ? തല്ലടാ, തല്ലടാ. വേണ്ട ചേട്ടാ. നിന്റെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചതാ. എന്റെ അങ്കിൾ നിന്റെ വളർത്തച്ഛനാണ്. അമ്മേ, അമ്മേ, രക്തം. ഉണ്ണി കാരണം എന്റെ കൈ മുറിഞ്ഞു. അയ്യോ, രക്തം. സോറി ചേട്ടാ, വെരി സോറി. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. എവിടെ കൈ കാണിച്ചേ? ഒന്ന് പോടാ. നീ കാരണം എന്റെ കൈ ഇങ്ങനെ മുറിഞ്ഞത്. ഞാൻ വീട്ടിൽ പോയി എന്റെ അമ്മയോട് ഇത് പറയും. പറയരുത് ചേട്ടാ, വീട്ടിൽ പറഞ്ഞ വഴക്കുണ്ടാവും, എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആവും. ഞാൻ പറയൂടാ, എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ നിനക്ക് തല്ല് വാങ്ങിച്ചു തരും. പ്ലീസ് ചേട്ടാ, ഇക്കാര്യം പറയല്ലേ. ഓഫീസ് റൂമില് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇരിപ്പുണ്ട്, എന്റെ കൂടെ വാ, ഞാൻ ഫസ്റ്റ് എയ്ഡ് വെച്ച് തരാം. നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ഇങ്ങനെ തന്നെ വീട്ടിൽ പൊയ്ക്കോളാം. നീ ഇന്ന് തീർന്നടാ. അഖിലിന്റെ കാല് ശരിയായതിന്റെ സന്തോഷത്തില് എല്ലാവർക്കും മധുരം കൊടുക്കുവാണോ ചേച്ചി? അതെ രമേന്തി, രാത്രി
നമുക്കിത് വലിയൊരു ആഘോഷം തന്നെ ആക്കണം. മധുരവും ഭക്ഷണവും മാത്രമേ ഉള്ളൂ, അതോ സമ്മാനം വല്ലതും കൊടുക്കുന്നുണ്ടോ? ആ സ്വർണ്ണ നെക്ലേസും വൈരക്കല്ല് പതിച്ച് അരഞ്ഞാളൊക്കെ തരുന്നുണ്ട്. വാങ്ങിച്ചോ. എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമൊന്നും ഇല്ല കുഞ്ഞമ്മേ. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കേ. ചേച്ചിക്ക് എന്ത് വേണമെന്ന് പറയേ, ഞാൻ വാങ്ങിത്തരാം. അങ്ങനൊന്നും പറയല്ലടാ, ചിലപ്പോ പാതി സ്വത്ത് ചോദിച്ചെന്നും വരും. എന്റെ കുഞ്ഞമ്മേ, സ്വത്തല്ല എനിക്കെന്തിനാ? എന്നെ ഇവിടെ താമസിപ്പിക്കുന്നില്ലേ? എന്റെ മോനെ പഠിക്കാനും വിടുന്നുണ്ട്. എനിക്ക് അത് തന്നെ ധാരാളം. നീ അകത്തോട്ട് വാ, നിനക്ക് ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ട്. പ്ലീസ് ചേട്ടാ, ആന്റിയോട് പറയല്ലേ. ഞാൻ എല്ലാവരോടും പറയും. നിനക്കിന്ന് പണി ഉറപ്പാ. ചേട്ടാ, ഉണ്ണി, അനു, കീർത്തി, കിട്ടു എല്ലാവരും വന്നോ? ചെറിയച്ഛൻ നടക്കാൻ തുടങ്ങി, കണ്ടോ? കാല് ശരിയായോ ചെറിയച്ച? ചെറിയച്ചനിപ്പൊ നടക്കാൻ കഴിയോ? സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പോലെ സന്തോഷമുണ്ട്. ഫസ്റ്റ് റാങ്ക് കിട്ടിയതുപോലെയുള്ള സന്തോഷമുണ്ട്. കൺഗ്രാറ്റ്സ് ചെറിയച്ച. എടാ കിട്ടു, നീയും അഖിൽ മാമനോട് കൺഗ്രാറ്റ്സ് പറയേ. എന്റെ കയ്യിൽ മുറിവ് പറ്റിയമ്മേ, നോക്ക്. അയ്യോ, ഇത് വലിയ മുറിവാണല്ലോ. ഈ ഉണ്ണി എന്നെ അടിച്ചിട്ട് താഴെ തള്ളിയിട്ടതാ. അങ്ങനെയാ എന്റെ കയ്യിൽ ഈ മുറിവ് പറ്റിയത്.